കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഇന്നലെയുമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ്. അപ്രതീക്ഷിതമായുണ്ടായ ഇഡിയുടെ ഈ നീക്കത്തിൽ ഇന്നലെ വിറച്ചു നിൽക്കുകയായിരുന്നു ഡൽഹി. നിരോധനാജ്ഞയ്ക്ക് സമാനമാണ് ഡൽഹിയുടെ ഓരോ മുക്കും മൂലയും. കേവലം ഒരു നേതാവിനെയോ അണിയെയോ അല്ല, ഒരു മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതും അഴിമതിയെ തുടച്ചുമാറ്റാൻ ചൂലുമായെത്തിയ ആം ആദ്മി പാർട്ടി സ്ഥാപകനെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത ഡൽഹി, ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങിയപ്പോഴാണ് ക്യാപ്റ്റനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ AAP എത്തിയത്. പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു കേജ്രിവാളാണ്. ഏതു പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും അത് ശക്തമായി തരണം ചെയ്യുമെന്ന നിലപാടാണ് പാർട്ടിയെന്നും എടുത്തിട്ടുള്ളത്. എന്നാൽ പ്രധാന നേതാവിനെ തന്നെ ED അറസ്റ്റ് ചെയ്തതോടെ വലിയൊരു വെല്ലുവിളിയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. 4 സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡൽഹിയിലായാലും 2 സ്ഥാനാർത്ഥികളെ നിർത്തിയ ഗുജറാത്തിലായാലും കേജ്രിവാളിനെ ചുറ്റിപ്പറ്റിയാണ് പാർട്ടിയുടെ പ്രചാരണവും നിലനിൽപ്പും. ഇഡിയുടെ ഈ നീക്കത്തിൽ ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും തളരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ബ്യൂറോക്രാറ്റിൽ നിന്നും രാജ്യം ശ്രദ്ധിച്ച ആക്ടിവിസ്റ്റിലേക്കും അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കും ഇങ്ങനെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഫ്ലർമാന്റെ പരിണാമം. ബി.ജെ.പിക്കും കോൺഗ്രസിനും പിന്നിൽ ആം ആദ്മി പാർട്ടിയെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ 3ാമത്തെ ദേശീയ പാർട്ടിയാക്കി മാറ്റിയത് അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്കാണെന്നും പറയാം. മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റ് ആ പ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ അതോ കൂടുതൽ തിളക്കം കൂട്ടുമോ എന്നതിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. IIT-യിൽ നിന്ന് ബിരുദം നേടി റവന്യൂ സർവീസിൽ ജോലി ചെയ്യുമ്പോഴാണ് കെജ്രിവാൾ അഴിമതിക്കെതിരായ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നത്. വിവരാവകാശ പ്രവർത്തകനായി പേരെടുത്ത കെജ്രിവാൾ UPA സർക്കാരിന്റെ കാലത്ത് ഉയർന്നുവന്ന വൻ കുംഭകോണങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെ നിരന്തരമായി ചോദ്യമുനയിൽ നിർത്തി. ഇന്ത്യൻ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന കൂട്ടായ്മയെയാണ് 2011 ഗാന്ധി ജയന്തി ദിനത്തിൽ കെജ്രിവാളും സംഘവും ആം ആദ്മി പാർട്ടിയാക്കി മാറ്റിയത്. പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനിപ്പുറം നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ ആം ആദ്മിക്കായി. കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള പിന്തുണയോടെ കെജ്രിവാൾ ആദ്യ തവണ മുഖ്യമന്ത്രിയായി. ജൻ ലോക്പാൽ ബിൽ പാസാക്കാനായില്ലെന്നതിന്റെ പേരിൽ 49 ദിവസത്തിനപ്പുറം രാജിവെച്ചൊഴിയുകയായിരുന്നു അന്ന് കെജ്രിവാൾ. 2015 പക്ഷേ വൻ തിരിച്ചുവരവാണ് കെജ്രിവാൾ നടത്തിയത്. ഡൽഹിയിലെ 70-ൽ 67 സീറ്റും പിടിച്ചെടുത്ത ആം ആദ്മി മോദി തരംഗത്തിൽ ജ്വലിച്ചുനിന്ന ബി.ജെ.പിയെ വെറും 3 സീറ്റിൽ ഒതുക്കി. കോൺഗ്രസ് ആവട്ടെ ഡൽഹി നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ലാതെ ശോഷിച്ചു. 2020-ൽ 62 സീറ്റുമായി ജയമാവർത്തിച്ച കെജ്രിവാൾ ആം ആദ്മിയെ ദേശീയ പാർട്ടിയായി വളർത്തി. പഞ്ചാബിലും ഗുജറാത്തിലും ഗോവയിലും പാർട്ടി സാന്നിധ്യമുണ്ടാക്കി. അതുവരെ രാഷ്ട്രീയ സഖ്യങ്ങളോട് മുഖം തിരിച്ചു നിന്ന കെജ്രിവാൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളിയുമായി. 2014-ൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാനെത്തിയപ്പോൾ തന്നെ കെജ്രിവാൾ ദേശീയ തലത്തിലെ തന്റെ താല്പര്യം പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുടർന്നാണ് ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് പുറത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. പതുക്കെയെങ്കിലും ആ വളർച്ച ശ്രദ്ധേയമാക്കാൻ കെജ്രിവാളിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അഴിമതിക്കെതിരെ പറഞ്ഞും പോരാടിയും വളർന്നു വന്ന കെജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലായത് രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിനുത്തരം വരാനിരിക്കുന്നതേയുള്ളൂ. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത് ഇത് രാഷ്ട്രീയമായി നേരിടുമെന്ന് തന്നെയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാവുമെന്നുറപ്പ്. അറസ്റ്റോടെ കെജ്രിവാൾ കൂടുതൽ ശക്തനാവുമോ അതോ ഉദിച്ചടങ്ങിയ പ്രതിഭാസമായി മാറുമോ എന്നറിയാൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും.